നമസ്കാർ. അപ്പോൾ എല്ലാ ഭാഷയ്ക്കും അത് ചേരും അല്ലേ? I am so delighted to have so many linguistic groups here. ധാരാളം ഭാഷ സംസാരിക്കുന്ന പല സംസ്ഥാനത്തു നിന്ന് വന്നവരാണ്. എല്ലാ ഭാഷയും ഒരു ഭാഷയിൽ നിന്നാണ് വന്നത് അല്ലേ? Thank God for that. Bible translators who have made it possible that we could have Bible in our mother tongues. നമ്മുടെ മാതൃഭാഷയിൽ നമ്മുടെ ദൈവത്തിൻ്റെ വചനം തന്ന ബൈബിൾ ട്രാൻസ്ലേറ്റേഷനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. വാസ്തവത്തിൽ ഇന്ന് ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ദൈവതി ഉപദേശിമാർ വരുമ്പോഴൊന്നും പ്രസംഗിക്കണമെന്നില്ല. എങ്കിലും താങ്ക് യു. ഷാജി സഹോദരനെ കണ്ടാൽ വളരെ സന്തോഷം. ഞങ്ങൾ ഗുജറാത്തിൽ അനുഗ്രഹീത ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസനാണ്. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കാര്യം നാം മനസ്സിലാക്കണം. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയമാണ് ഇന്നത്തെ ഇവിടുത്തെ പീഡനം. ഭീതിതമായ പീഡനം നടക്കുകയാണ്. ഒരു ദിവസം ആവറേജ് ഇന്ന് മോദി പ്രധാനമന്ത്രിയായി കയറുമ്പോൾ 2010 ആവറേജ് 2 പേരെയായിരുന്നു ആക്രമിച്ചുകൊണ്ടിരുന്നത് ക്രിസ്ത്യാനികളെ. ഇന്നത് 5 മാറി. എല്ലാ ദിവസവും ശരാശരി 5 ക്രൈസ്തവ പീഡന അക്രമങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ രേഖകളെല്ലാം എനിക്കുണ്ട്. ഞാൻ സാധാരണ മണിപ്പൂരിൽ നിന്ന് ലഭിച്ച ഒരു കത്തിച്ച ബൈബിൾ കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. എന്ത് കൊണ്ടുവച്ചില്ല നിങ്ങൾക്കറിയാം. പ്രാർത്ഥിക്കുക. 60,000 നമ്മുടെ വിശ്വാസികളാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് മണിപ്പൂരിൽ കഴിയുന്നത്. ഛത്തീസ്ഗഡിലും മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലും ആൻറ്റി കൺവേർഷൻ ബില്ല് 12 സംസ്ഥാനങ്ങളിൽ ആൻറ്റി കൺവേർഷൻ ബില്ലുണ്ട്. വളരെ വിഷമങ്ങളാണ്. 800ഓളം നമ്മുടെ വിശ്വാസികൾ ഇന്ന് ജയിലിലാണ്. കഴിഞ്ഞ ദിവസം ജോസ് പാപ്പച്ചനും ഷീജയൻ്റെ വീട്ടിൽ വന്നിരുന്നു. അവർ 5 വർഷത്തേക്കാണിട്ട് എന്ന ഒരു വിധത്തിൽ ദൈവം അവരെ വിടുവിക്കുകയാണ്. 9 മാസം ഓൾറെഡി അവർ ജയിൽ കടന്നവരാണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പീഡനം അനുഭവിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്. We will just read for a few minutes just one word, chapter 4 of 1 Peter. 1 Peter chapter 4 verses 7 to 9. 7 to 10. 1 Peter chapter 4 verse 7 to 10. 1 പത്രോസ് 4 7 മുതൽ 10 വരെ. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പീൻ. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥിസ്കാരം ആചരിപ്പീൻ. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവരൂപയുടെ നല്ല ഗ്രഹവിചാരന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. കാലം അടുത്തിരിക്കുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ശരിയാണോ? നമുക്കൊരു വാക്യം വായിക്കാം. അത് ശരിയാണോ എന്ന് നോക്കാം. ഇന്നലത്തെ വാർത്ത, ഇന്നത്തെ പത്രവാർത്ത ഒക്കെ നോക്കിയിട്ട് അത് ശരിയാണോ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. നമുക്ക് സെഫന്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം, സെഫന്യായ ചാപ്റ്റർ 2, 1-2 വാക്യങ്ങൾ വായിക്കാം. സെഫന്യായ ചാപ്റ്റർ 2 വേഴ്സ് 4, 5 and 6. സെഫന്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. ഗസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായി തീരും. അസ്തോദിനെ അവർ മധ്യാഹ്നത്തിങ്കൽ നീക്കിക്കളയും. എക്രോന് നിർമൂലനാശം വരും. സമുദ്രതീര നിവാസികളായ ക്രേത്യജാതിക്ക് അയ്യോ കഷ്ടം. ഫെലിസ്ത്യ ദേശമായ കനാനെ, യഹോവയുടെ മനം നിങ്ങൾക്ക് വിരോധം ആയിരിക്കുന്നു. 9-ാം വാക്യത്തിൽ 7-ാം വാക്യം, തീരപ്രദേശം യഹൂദാഗ്രഹത്തിൻ്റെ ശേഷിപ്പിന് ആകും. അവർ അവിടെ മേയ്ക്കും. അവരുടെ ദൈവമായ യഹോവ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റുമല്ലോ. 9, അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യയുടെ യഹോവയുടെ അരുളപ്പാട് ഇത് എന്നാണ്, മോവാബ് സോദോമെ പോലെയും അമ്മോന്യർ ഗോമോറെ പോലെയും തൂവക്കപ്പെടും. എന്താ ഞാൻ ഗസയുടെ വായിച്ചത്? ഗസ അറിയാമല്ലോ എന്താ നടക്കുന്നത്. BC 620 സെഫന്യാവിന് ഈ അരുളപ്പാട് ലഭിച്ചത്. അത് ഇന്നേക്കൊരു 2600 വർഷങ്ങൾക്ക് മുൻപ്. 2600 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത്, ദൈവം അരുളപ്പാട് അരുളപ്പാടായിട്ട് നൽകിയത് ഇന്ന് എത്ര പ്രസക്തമാണ്. ഇറ്റ്സ് സോ റെലവെന്റ്. വാട്ട് വി റീഡ് ഇൻ ദ ബുക്ക് ഓഫ് സെഫന്യായ 2620 years ago is so relevant today. Just as we read the newspaper, we can just open the Bible and see we are so near to the coming of our blessed Lord. That's what is important to us.
Others can analyze the work and what's happening, but we understand what exactly is the meaning of that news. മറ്റുള്ളവർക്ക് ഇന്ന് സംഭവിക്കുന്ന സമകാലീന സംഭവങ്ങളെ വിലയിരുത്തുവാൻ കഴിയും, എന്നാൽ അതിൻ്റെ ആത്യന്തികമായ പൊരുൾ നമുക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ദൈവവചനം ഉണ്ട് നമുക്ക്. ദൈവവചനം ഇറ്റ്സ് എ ഹിസ്റ്ററി ബുക്ക്, ചരിത്ര പുസ്തകമാണ്. ഇറ്റ്സ് എ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ദ ഫ്യൂച്ചർ. ഭൂതകാല, വർത്തമാന, ഭാവി കാലങ്ങളെ ശരിയായി വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ്. We are the only people who understand what's going to happen to the world and what's happening right now in the world. ഇന്നിപ്പോൾ സംഭവിക്കുന്നുള്ളത് ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗ്യമുള്ള, യഹോവ ദൈവമായിരിക്കുന്ന ഭാഗ്യമുള്ള ജനതയാണ്. ഈ വചനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊന്നും ആശങ്കയുടെ ആവശ്യമില്ല. ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം നിറപടിയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാസ നിർജ്ജനമാകുകയാണ്. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ അടി തുടങ്ങി കഴിഞ്ഞു. ട്രംപ് അവിടെ ഉണ്ടായിരുന്നു. ട്രംപ് ഒരാഴ്ച മിഡിൽ ഈസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ തീർത്തു പറഞ്ഞു, ഇന്നലെ പറഞ്ഞിരിക്കുകയാണ്, ഗാസ നിർമൂലമാക്കാൻ പോവുകയാണ്. ഈ 2 ആഴ്ചക്കകം ഗാസയിലെ സകല ഭീകരന്മാരെയും ഹമാസിനെയും അവിടെ തുടച്ചു മാറ്റി ഗാസ ഇസ്രായേലിൻ്റെ കീഴിലാകാൻ പോവുകയാണ്. എത്ര വർഷം മുമ്പ് ഇതാ പറഞ്ഞതാ? ഈ വചനം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? 2600 വർഷം മുമ്പ് പറഞ്ഞത്. ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പലരും കണ്ടു കാണും. ടുമോറോ ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്. As a journalist from the Middle East, I have analyzed the whole what's happening into the world. It's a 400-page book. What's happening? ഇന്ന് സിറിയയിൽ എന്ത് സംഭവിക്കുന്നു? ലെബനനിൽ എന്ത് സംഭവിക്കുന്നു? ലിബിയയിൽ ഒന്ന് ഓർത്ത് നോക്ക്. ലിബിയയിൽ ഇന്നലെ രാത്രിയിൽ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ലിബിയയുമായിട്ടും ഒരു സന്ധിക്ക് പോവുകയാണ്. സോ ദ തിങ്സ് ആർ ഗോയിങ് ടുവേർഡ്സ് പീസ്, സോ കോൾഡ് പീസ്. സമാധാന ശ്രമമാണ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഫെബ്രുവരിയിൽ പ്രസിഡന്റ് ട്രംപ് പ്രേയർ ബ്രേക്ക്ഫാസ്റ്റിന് പങ്കെടുത്തു. 2013 ഒബാമയുടെ പ്രേയർ ബ്രേക്ക്ഫാസ്റ്റിനും പങ്കെടുത്തിരുന്നു. പല സ്ഥലങ്ങളിൽ, വാഷിങ്ടണിൽ പല ഉദ്യോഗസ്ഥരുമായിട്ട് കാണുവാനും ഇന്ത്യയിലെ സ്ഥിതിയെക്കുറിച്ച് പറയുവാനുള്ള അവസരം ദൈവം നൽകി. പ്രാർത്ഥിക്കുക. ഇന്ത്യയിലെ പീഡനത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം അവരുടെ മേശകളിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയമാണ്. ഇന്ത്യക്കെതിരായിട്ട് അങ്ങനെ അവരെന്തെങ്കിലും പറയുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഒരു കാര്യം ഞാൻ ഈ യാത്രയെല്ലാം മനസ്സിലാക്കിയത്, അനേകായിരങ്ങൾക്ക് ഇന്ത്യയിലെ ഈ സ്ഥിതി അറിയാമായിരുന്നെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവസാനം എനിക്ക് പറയുവാനുള്ളത്, ആരുമില്ല നീ ഒഴികെ ചാരുവാൻ ഒരാൾ പാരിൽ എൻട്രിയ. നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന യാതിപീഡനം, അതിനുള്ള മറുപടി നമ്മുടെ കർത്താവ് മാത്രമാണ്. എന്നാൽ നാം അത് മനസ്സിലാക്കണം. തിമോഥെയോസ് പൗലോസ് എഴുതുമ്പോൾ എന്താ പറയുന്നത്? അന്ത്യകാല ദുർഘട സമയമാണ്. ഇറ്റ്സ് എ പെരിലസ് ടൈം, ഡേഞ്ചറസ് ടൈം. അതുകൊണ്ട് 3 കാര്യങ്ങളാണ് പൗലോസ് പറയുകയാണ്. You have to expect these things. Dangerous times are there. You have to expect it. ഇത് പ്രതീക്ഷിക്കുക, കൊടുന്നതിനെ സംഭവിക്കുകയല്ല. Number 1, you endure it like me and make me an example. എന്നെ പോലെ അത് നീ സഹിക്കുകയും എന്നെ നീ മാതൃകയാക്കുകയും ചെയ്യുക. 3 തിമോഥെയോസ് ലേഖനം 2 ലേഖനം 3 അതാണ് പറയുന്നത്. Finally, you be equipped with the word of God, the inspired, infallible, inerrant, eternal word of God. ദൈവനിശ്വാസ്യമായ, തെറ്റില്ലാത്ത, നിത്യമായ വചനത്താൽ നീ ശാക്തീകരിക്കപ്പെടണം. ഈ പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും എതിരുകളെയും നമുക്ക് നേരിടാൻ കഴിയുന്നതിൻ്റെ ബലം നമുക്ക് ലഭിക്കുന്നത് തൻ്റെ വചനത്തിൽ നിന്നാണ്. അത് ആശ്വാസത്തിൻ്റെ വചനമാണ്, ശക്തിയുടെ വചനമാണ്. ദൈവവചനത്താൽ നാം ശക്തിപ്പെടുമ്പോഴാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് നേരിടുവാൻ കഴിയുന്നത്. ജോസ് പാപ്പച്ചൊക്കെ പറയുമായിരുന്നു, പണ്ട് ജയിലിൽ വന്ന് പലരെ ഞങ്ങൾ സംസാരിച്ചു. അവർ പറഞ്ഞു, ആദ്യത്തെ 3-4 ദിവസം വലിയ വിഷമമാണ്, പ്രയാസമാണ്. എന്നാൽ അത് കഴിഞ്ഞ് ഒരു പാട്ട് പാടാൻ തുടങ്ങി. അനേകർ ഇന്ന് ഉത്തർപ്രദേശത്തെ ധാരാളം ജയിലുകളിൽ സ്തുതിയും സ്തോത്രമാണ്. പോലീസ് ഓഫീസേഴ്സ് പോലും വന്ന് പാടാൻ തുടങ്ങിയിരിക്കുക. ഇത് മോദിക്ക് മനസ്സിലാവില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഒരു വലിയ ഗുണം, ഇത്രയും പീഡനം ഉണ്ടെങ്കിലും അനേകർ കർത്താവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. I want to make a statement. I've been making this. The next greatest gospel revolution is going to take place in the presence of India. Hallelujah. അടുത്ത വലിയ ആത്മീയ നവോത്ഥാനം, നവീകരണം, ഒരു സുവിശേഷ വിപ്ലവം ഇന്ത്യയിലെ ജയിലുകളിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ ജയിലുകളിലെ ധാരാളം പ്രിയപ്പെട്ട യേശുവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ വിടുവിക്കപ്പെട്ടാൽ ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ സുവിശേഷ വിപ്ലവം ഉണ്ടാകുന്നതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ജിം മാത്യുവിൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഛത്തീസ്ഗഡിൽ എന്തോ പ്രശ്നങ്ങളാണ്, എത്രയോ പേരെ ജയിലിലിട്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ കഴിഞ്ഞ ദിവസം 15 പേരുടെ സ്നാനം നടന്നു. ദൈവം സൗന്മാർക്കൊക്കെ അറിയാം, പോകുന്നവർക്കറിയാം, മിഷൻ ട്രിപ്പിൽ പോകുന്നവർക്കറിയാം. ഈ എല്ലാവിധമായ പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിലും
എന്താണ് സംഭവിക്കുന്നത്? അനേകർ കർത്താവിലേക്ക് വന്നുകൊണ്ടിരിക്കണം. അതിനായിട്ട് നമുക്ക് സ്തുതിക്കാം. സോ പെർസിക്യൂഷൻ gives us three things. Number one, it gives you an opportunity to participate in the suffering of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പീഡനാനുഭവത്തോട് നാം ഏകീകരിക്കുവാനുള്ള ഒരവസരമാണ് പീഡനം എന്ന് പറയുന്നത്. ഓൾസോ ഇറ്റ്സ് an opportunity to purify ourselves. നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു അവസരമാണ്. മൂന്ന്, ഇറ്റ്സ് an opportunity to propagate the gospel of Jesus. സുവിശേഷം അനേകരിൽ എത്തിക്കുന്നതിനുള്ള ഒരു അവസരമാണ്. There is no opportunity without opposition. There is no winning without warfare. There is no victory without vigilance. യുദ്ധക്കളമാണ്, ദൈവവും പിശാചുമായിട്ടുള്ള യുദ്ധമാണ് ഇന്ന് ഭാരതത്തിൽ നടക്കുന്നത്. എന്നാൽ താങ്ക്സ് ബി ടു ഗോഡ് ഹു ഗിവ്സ് us victory through our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? 1:15 കാണുന്ന ഈ കർത്താവിൽ ചെയ്യുന്നത് ഒന്നും വൃഥാവല്ലാകിയാൽ തൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നു. പ്രിയ ദൈവജനമേ, അതാണ് ആവശ്യം. പ്രശ്നം വരട്ടെ, പ്രയാസം വരട്ടെ, ഏതിലോട്ട് നമുക്ക് വേലയിൽ വർദ്ധിച്ചു വരാം. അതിന് കാരണം നമ്മെ ഏൽപ്പിച്ച മഹാനിയോഗം അതാണ്. The great commission that God has given to us 2000 years ago is to be my witness. എൻ്റെ സാക്ഷികളാകുക. അത് ഏത് സാഹചര്യത്തിൽ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ കാരണം, കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്. ഇനി കാലം അധികമില്ല. അതുകൊണ്ട് എന്താണ് പറയുന്നത്? ഒന്ന്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പത്രോസിനോട് പറയുകയാണ്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അതിഥി സൽക്കാരം മറക്കരുത്. വിശുദ്ധീകരിക്കണം. ശുശ്രൂഷ ചെയ്യുന്നവർ ദൈവം ഏൽപ്പിച്ചതിനുവെച്ച് ശുശ്രൂഷ ചെയ്യണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദ ലോർഡ് ഈസ് കമ്മിങ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ലെറ്റ്സ് ഇൻവെസ്റ്റ് ഫോർ ഇറ്റേണൽ തിങ്സ്. ഓൾ അവർ റിസോഴ്സസ്, നമ്മുടെ വിഭവശേഷികളെല്ലാം നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് മുതൽ കൊടുക്കാൻ പ്രിയപ്പെട്ടവർ. നമ്മുടെ പണം, നമ്മുടെ താലന്തുകൾ, നമ്മുടെ അവസരങ്ങൾ, നമ്മുടെ തൊഴിൽ എല്ലാം ദൈവനാമത്തിനായി തീരട്ടെ. വേറൊന്നും പ്രശ്നമില്ല. ഓൾ വി ഹാവ് ടു ഡു ഈസ് ടു ഡു വിത്ത് ദ ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ വേറൊന്നും നമുക്ക് പ്രശ്നം ആവശ്യമില്ല. നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാം. ഈ പീഡനം വരുമ്പോൾ, കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ എന്താണ് ചെയ്തത്? അങ്ങ് ഏൽപ്പിച്ചൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ? ഏതെല്ലാം മേഖലകളിൽ? ലെറ്റ്സ് തിങ്ക് ഓഫ് അവർ ഒമിഷൻസ് ആൻഡ് അവർ കമ്മീഷൻസ്. ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു, ചെയ്യേണ്ടത് ഞാൻ ചെയ്യാതിരുന്നു. നമുക്കൊന്ന് ഏറ്റു പറയാം, കർത്താവെ, നീ വരുന്നു. അങ്ങയുടെ സന്നിധിയിൽ നാം നിൽക്കേണ്ടതായിട്ടുണ്ട്. സഭയായിട്ട് ഇത്രയും നമ്മെ നടത്തിയതിനായിട്ട് സ്തോത്രം. നമുക്ക് അവസരങ്ങൾക്കായി സ്തോത്രം. നമ്മുടെ സുവിശേഷന്മാർക്കായിട്ട് സ്തോത്രം. നമുക്ക് ചെയ്യാം, ആവോളം നമുക്ക് ചെയ്യാം. പീഡനങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുനീരിൽ വിതയ്ക്കാം. ദൈവം ജനത്തോട്, ഇന്ത്യയോട് ഇടപെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. ഗാസ ഇതാ ലഭിക്കാൻ പോകുന്നു. ഇസ്രായേൽ ഹാമാനും ഹിസ്ബുള്ളയും ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും എല്ലാം നശിക്കാൻ പോവുകയാണ്. സിറിയ ഏറ്റെടുക്കാൻ പോവുകയാണ്. സംഭവം നീങ്ങുമ്പോൾ ഇതെല്ലാം വചനത്തിലുണ്ട്. നമുക്ക് ആ 9 വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. പേരുണ്ട്. 2600 വർഷം മുമ്പേ ഈ പേരുകൾ പറഞ്ഞിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമായിരുന്നു? പേര് പറഞ്ഞ് ഇസ്രായേലിൻ്റെ അടുത്തേക്ക് പോകാൻ പോവുകയാണ്. ഇസ്രായേലിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. ഫ്രീ സോൺ എന്നാണ് ഇന്നലെ ട്രംപ് അതിന് പേരിട്ടിരിക്കുന്നത്. ഗാസ ഫ്രീ സോൺ ആക്കി മാറ്റാൻ പോവാണ് ഇസ്രായേലിൻ്റെ കീഴിൽ. അതുപോലെ കൊണ്ട് എഴുതിയിട്ടുണ്ട്. 2600 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് അന്വർത്ഥമാകണമല്ലോ. നമ്മുടെ കൺമുമ്പിൽ പോവുകയാണ്. പ്രിയപ്പെട്ട ഈ ജനം അത്തി തളിർത്തു. 1940 കഴിഞ്ഞ വ്യാഴാഴ്ച 14 മെയ് 1948 ഇസ്രായേലിൻ്റെ അത്തി തളർത്താണ്. ഇസ്രായേൽ ഒരു ജനമായി. അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നമ്മൾ എവിടെയാണ് വായിക്കുന്നത്? ഈ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ടല്ലോ. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ എന്താ വായിക്കുന്നത്? യെശയ്യാവ് 66 അവരോട് വായിച്ച് ഞാൻ നിർത്തിയാണ്. യെശയ്യാവിൻ്റെ 66 7-ാം വാക്യം. യെശയ്യാവിൻ്റെ Isaiah chapter 66 verse 7. യഹോവയുടെ നാദം തന്നെ നോവ് കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? 10-ാം വാക്യം. യെരൂശലേമിനെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ അവളോടുകൂടെ സന്തോഷിപ്പീൻ, അവളെ ചൊല്ലി ഘോഷിപ്പിൻ, അവളെ ചൊല്ലി ദുഃഖിക്കുന്ന ഏവരുമായുള്ളവരെ അവളോട് കൂടെ അത്യന്തം ആനന്ദിപ്പീൻ. ഇസ്രായേലിന്റെ പുനർജനനമാണ് നാം 1948 മെയ് 14-ാം തീയതി കഴിഞ്ഞത്. 77 വർഷം. ഇന്ന് 77 വർഷമായി. ആളുകൾ പറയുന്നത്, ചിലർ പറയുന്നു ഒരു തലമുറ 40 വർഷം, ചിലർ പറയുന്നു 80, ചിലർ പറയുന്നു 100 വർഷത്തിൽ. ഏതായാലും 77 വർഷമായി ഈ അത്തി തളർത്തത് കാണുന്ന തലമുറ കർത്താവിൻ്റെ വരവിനെ കാണും. ഞാൻ കർത്താവ് ഇന്ന് വരുമെന്ന് പറയുവാനുള്ള അവകാശം നമുക്കില്ലല്ലോ. അവന് അപ്പോൾ എപ്പോഴെങ്കിലും വരട്ടെ, തയ്യാറായിരിക്കാം. ഇനി അധിക സമയമില്ല. അത് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടിട്ട്
കർത്താവും കർത്താവിൻ്റെ വേലയും കർത്താവിൻ്റെ മക്കളും അത് മാത്രം നമ്മുടെ ലക്ഷ്യമായി മാറട്ടെ. ബാക്കിയൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നതും ഇടപെടലുകളും എല്ലാം സുവിശേഷത്തിനും സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനും മാത്രമായിരിക്കട്ടെ. നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകർക്കായി സ്തോത്രം. ഇസ്രായേൽ നാം കാണുന്നത്, നമുക്ക് ചുറ്റും കാണുന്നത് രാഷ്ട്രീയ the geopolitics of the world tells us that the coming of the Lord is very, very soon. എന്താ സേഫ്റ്റി എന്നും സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇതാ വരാൻ പോകുന്നത്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? നെക്സ്റ്റ് 3-4 years ഇസ്രായേൽ വിൽ ബി ദ മോസ്റ്റ് പ്രോസ്പെറസ് കൺട്രി ഇൻ ദ വേൾഡ്. ഇന്ത്യയിൽ നിന്ന് 2 ലക്ഷം ആൾക്കാർ പോകാൻ പോവുകയാണ്. ഇസ്രായേൽ വളരെ പ്രോസ്പെറസ് ആകും. അന്നേരം ഇറാനും ടർക്കിയും സുഡാനും ലിബിയയും റഷ്യയും ചേർന്നിട്ട് ആർമഗദോൻ യുദ്ധത്തിന് തയ്യാറാകും. 6500 മൈൽ നീളത്തിലുള്ള ആ റോഡ് ശരിയായി കഴിഞ്ഞു. പെക്കിങ്ങിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് 20 കോടി ആൾക്കാർ പോകാൻ വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. ശ്രദ്ധിക്കുക, ആർമഗദോൻ യുദ്ധത്തിന് സമയമായി. ശാന്തത എന്ന് ഇസ്രായേൽ വിചാരിക്കുമ്പോൾ to plunder the spoils of Israel, Russia and the Armageddon, all this team will come. It's all written here. എത്ര നല്ല പുസ്തകമാണ് നോക്കുള്ളൂ. നാളെയെപ്പറ്റി ആധികാരികമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഈ പുസ്തകം ഇത് നമുക്ക് മറ്റുള്ളവർ പങ്കുകൊടുക്കാം. നമുക്ക് വേദപുസ്തകം മറ്റുള്ളവർക്ക് പറയാം. ഈ വിഷയം, ഇസ്രായേലിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് സുവിശേഷം പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഇന്ന് ജനം തയ്യാറാണ്. എന്ത് സംഭവിക്കും? ആശങ്കയാണ് എല്ലാവർക്കും ഭയമാണ്. എന്നാൽ ഭയത്തെ മാറ്റുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനാൽ വലയം ചെയ്യപ്പെടുന്ന ഒരു സന്ദേശമാണ് നമുക്കുള്ളത്. നമുക്ക് വചനം ധ്യാനിക്കുകയും അനുസരിക്കുകയും മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്യാം. കാലം അടുത്തിരിക്കുന്നുള്ളൂ. നമ്മെ തന്നെ നമുക്ക് ശോധന ചെയ്ത് കർത്താവിൻ്റെ പരമായിട്ട് ഒരുങ്ങി ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.